ഹൈപ്രിപ്പയുടെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോടതിയിൽ നടന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പറയാൻ പോകുന്നത്. പ്രോസിക്യൂഷനിൽ നിന്ന് ഒരുപാട് തെളിവുകൾ ഇവർ മണി ചെയിൻ തട്ടിപ്പാണെന്നും ഇവർ സ്ഥിരം മണി ചെയിൻ തട്ടിപ്പ് ക്രിമിനലുകളാണെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹാജരാക്കിയിരുന്നു. ഇവരുടെ വക്കീലും പലവിധ വാദങ്ങളും ഉയർത്തി വന്നിരുന്നു. ഈ പ്രതാപിനെതിരെ മുൻപ് ഗ്രീൻകോ LTD എന്ന് പറഞ്ഞിട്ട് മണി ചെയിൻ തട്ടിപ്പ് നടത്തിയതിനുള്ള കേസുകളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കി. അപ്പോൾ ഇവരുടെ വക്കീൽ പറഞ്ഞത് അത് ബിസിനസ്സുകാരനായതുകൊണ്ടുള്ള കേസുകളാണ് എന്നാണ്. എത്ര ബിസിനസ്സുകാർക്കാണ് ഇന്ത്യയിൽ മണി ചെയിൻ നിരോധന നിയമപ്രകാരം കേസുള്ളത്? പിന്നെ ഇവരുടെ വക്കീൽ നിന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. EDയുടെ കേസിൽ ഹൈക്കോടതി ഫ്രീസ് ചെയ്ത നടപടി റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും വിധിയിൽ ഒരിക്കലും തന്നെ ഫ്രീസിങ് റദ്ദാക്കിയെന്നില്ല. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോട് പരിഗണിക്കണമെന്ന് മാത്രമാണ് ഹൈക്കോടതിയുടെ വിധിയിലുള്ളത്. അപ്പോൾ അത് കോടതിയുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. മറ്റൊരു കാര്യം, ഇയാൾ മുൻപ് തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്നും ഇങ്ങനെയുള്ള ഒരാൾക്ക് താൽക്കാലികമായി ഫ്രീസ് ചെയ്ത അക്കൗണ്ട് അന്വേഷണം തീരുന്നതിന് മുൻപ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാവിയെക്കുറിച്ച് കോടതി പരിഗണിക്കണം എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇന്ന് വളരെ ശക്തമായിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വാദങ്ങളാണ് ഉയർത്തിയത്. ഇങ്ങനെ ഒരു പോൺസി സ്കീം നടത്തുന്ന കമ്പനിയെ നിയമത്തിൻ്റെ ഉള്ളിൽ കുരുക്കിയിടണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് വളരെ ശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഇന്ന് ഉന്നയിച്ചു. മറ്റൊരു കാര്യം, ഇവരുടെ വക്കീൽ പറഞ്ഞത് 60 ദിവസത്തിനുള്ളിൽ ഫ്രീസ് ചെയ്ത നടപടി ആബ്സല്യൂട്ട് ആക്കണമെന്ന് ഈ ആക്ട് പ്രകാരമുണ്ട്. ബഡ്സ് ആക്ട് പ്രകാരം 60 ദിവസത്തിനുള്ളിൽ കോടതി മുഖേന ഈ ഫ്രീസ് ചെയ്ത നടപടികൾ സ്ഥിരപ്പെടുത്തണം. അപ്പോൾ അതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്നാൽ പ്രോസിക്യൂഷൻ അതിന് മറുവാദമായിട്ട് പറഞ്ഞത്, മദ്രാസ് ഹൈക്കോടതിയിൽ ഇതുപോലുള്ളൊരു കേസിൽ പ്രോസിക്യൂഷൻ വഴുകിയപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെക്നിക്കൽ എററുകൾ പറഞ്ഞിട്ട് ഇത് അൺഫ്രീസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന്, നിക്ഷേപകരുടെ താല്പര്യം പരിഗണിക്കണം, ഇങ്ങനെയുള്ള കേസുകളിൽ ഉദാരമായിട്ട് കോടതികൾ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുള്ള വിധി മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ 60 ദിവസത്തിൻ്റെ കാര്യം നിലനിൽക്കില്ല എന്നുമൊക്കെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്തായാലും പ്രോസിക്യൂഷൻ അവരുടെ കഴിവിൻ്റെ പരമാവധി കോടതിയെ ഇത് മണി ചെയിൻ തട്ടിപ്പാണെന്നും പോൺസി സ്കീമാണെന്നും ഇത് നടത്തുന്ന ആളുകൾ സ്ഥിരം മണി ചെയിൻ ക്രിമിനലുകളാണെന്നും ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കോടതിക്ക് അതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു ദിവസം കൂടെ കാത്തിരുന്നതിന് ശേഷം 27-ാം തീയതി എന്താണ് കോടതി വിധി വരിക എന്ന് നമ്മളെല്ലാവരും തന്നെ ഉറ്റുനോക്കുകയാണ്.